ജയിലിനൊക്കെ നമ്മൾ കുടിച്ചതായിട്ടാണ് കണക്കാക്കല്ലേ? ജലിക്ക് ഇന്ത്യയിൽ കുടിക്കുന്ന സാധനം അതിന്റെ വലുത് മതി. അപ്പൊ ഇന്ന് നമ്മൾ മൊത്തത്തിൽ കാണിക്കുന്നത് എന്താന്ന് വെച്ചാൽ നമ്മളെ പുഴയിൽ നിന്ന് ഒരു വേട്ട കഴിഞ്ഞ് വന്നതാണ് കേട്ടോ. കുറേ അധികം മീൻ കിട്ടിയിട്ടുണ്ട്. നല്ല വാള, പരല്, ചക്കപ്പൊണ്ണൻ, കരിമീൻ, പിന്നെ കൂരാന്, അങ്ങനെ പല ടൈപ്പ് മീനുകളുണ്ട് കേട്ടോ. ഓരോന്നും ഇങ്ങനെ പറയാനൊന്നും കഴിയൂല. എങ്ങനെയായാലും നല്ലൊരു വേട്ട തന്നെയായിരുന്നു ഇന്നലെ രാത്രി കഴിഞ്ഞത്. അപ്പം അത് കഴിഞ്ഞിട്ട് ഇത് രാവിലെ ഞങ്ങൾ ഇങ്ങോട്ട് എത്തിയേക്കാണ്. എന്നിട്ട് ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള ഒരു കലുങ്കിൻ്റെ മേലെ വെച്ചിട്ട് മീൻ കച്ചവടവും വലയിൽ നിന്ന് മീൻ വരുന്ന കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത്. അതിൻ്റെ ഇടയിൽ ഞങ്ങളെ തമാശകളും സമയം കളയാനുള്ള ഓരോ വർത്തമാനങ്ങളൊക്കെയാണ് ആദ്യം നിങ്ങൾ കേട്ടത്. അപ്പോൾ എല്ലാവരും ഉണ്ട്. നമ്മളെ സലീമുണ്ട്, സുഹൈലുണ്ട്, മുനവറുണ്ട്, സലാമുണ്ട്, പിന്നെ നമ്മളെ ജലിയുണ്ട്, മുനീർമുണ്ട്, ഹക്കീമുണ്ട്. അങ്ങനെ നമ്മളെ കുറച്ച് ഫ്രണ്ട്സുകളൊക്കെ ഇന്നലെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം ഈ പ്രാവശ്യം നാട്ടിൽ വന്നതിന് ശേഷം വലിയൊരു മീൻ തന്നെയാണ് ഇപ്രാവശ്യം ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ മുന്നേക്ക് ഞങ്ങൾക്ക് ഇത്ര അധികം മീൻ ഇതിന് മുന്നേ കിട്ടിയിട്ടില്ല. ഈ പ്രാവശ്യത്തെ ഈ സീസണിലെ ഈ വെക്കേഷനിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് ഇത്രയും മീൻ കിട്ടിയത്. വീട്ടിലേക്ക് കറി വെക്കാനും പൊരിക്കാനൊക്കെ ആവശ്യമുള്ളതൊക്കെ ഞങ്ങൾ മാറ്റി വെച്ചിട്ട് ബാക്കി ഞങ്ങൾ പുറത്തേക്ക് വെക്കുകയാണ് ഉണ്ടായത്. കുറേ ആൾക്കാർ ഇങ്ങനെ റോട്ടിൽ കൂടെ പോകുന്നവരൊക്കെ വിളിച്ചു വരുത്തിയിട്ട് ഓരോരുത്തർക്ക് 2-3 കിലോ തൂക്കി കൊടുക്കുകയാണ്. ഇത് മീൻപിടുത്തം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാക്കിൽ കുറേ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് ആർക്കും അറിയില്ല. ചില ദിവസങ്ങളിലൊക്കെ നമ്മൾ ഓടിപ്പോകുന്ന വണ്ടിക്കാശൊക്കെ വെറുതെ ആയിരിക്കും. ചില ദിവസങ്ങളിൽ കിട്ടുമ്പോഴാണ് നമുക്ക് മനസ്സിനും പോക്കറ്റിനൊക്കെ ചെറിയ സന്തോഷം ഉണ്ടാവുക. ഇപ്പോൾ ജലിയൊക്കെ വലയിൽ നിന്ന് മീൻ വരാനുള്ള കഠിന പ്രയത്നത്തിലാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ കൂട്ടുകാർ തന്നെ, പുറമക്കാരൊന്നല്ല, ഞങ്ങളുടെ നാട്ടുകാർ തന്നെയാണ്. അവരൊക്കെ ഇങ്ങനെ മീൻ വാങ്ങിച്ച് പോകുന്നുണ്ട്. പിന്നെ നമ്മളെ മീൻ എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ അറിയാൻ പറ്റും അത് വളർത്തു മീനൊന്നല്ല, പിടിച്ചു കൊണ്ടുവരുന്നത് തന്നെയാണ്. അതുകൊണ്ട് നാട്ടുകാരൊക്കെ നമ്മളെ കാണുമ്പോൾ എന്തായാലും നമ്മളെ അടുത്ത് മീൻ വാങ്ങിക്കാറുണ്ട്. ഇതാണ് ഞങ്ങൾ ടക്കർ എന്നൊക്കെ പറഞ്ഞ ഒരു മീൻ കേട്ടോ. ഇപ്പം ഈ വല എന്ന് പറഞ്ഞാൽ നമ്മളെ വലകളിൽ നിന്ന് മീൻ ഊരുക എന്ന് പറഞ്ഞാൽ ചില്ലറ പണിയല്ല. വലിയ മീനുകളെ ഊരിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. അതിൻ്റെ കഠിന പ്രയത്നത്തിലാണ് നമ്മളെ കൂട്ടുകാരൊക്കെ. അതിൻ്റെ ഇടയിൽ മുനവർ ഇവിടെ മീൻ ഓരോന്ന് തരംതിരിച്ച് വിൽക്കുന്ന കാഴ്ചയുണ്ട്. ഇതാണ് നമ്മളെ കൂട്ടുകാരൻ ജലി. അവനൊരു മീനായിട്ട് കുറച്ച് നേരം ഇരിക്കാൻ തുടങ്ങിയിട്ട് മീനെ മുന്നോട്ട് വരണോ ബാക്കിലോട്ട് വരണോ എന്ന് അറിയാതെ ഇങ്ങനെയുള്ള വിഷമത്തിലാണ് അവനൊക്കെ. ചില ആൾക്കാർ വീഡിയോയിൽ പെടാൻ വേണ്ടി മാത്രം പണിയെടുക്കുന്ന പോലെ കാണിക്കുകയാണ്. വീഡിയോ മാറിക്കഴിഞ്ഞാൽ ഒരു പണിയെടുക്കണില്ല. നേരെ ഏകദേശം 9 മണി ആവാറായി. ഇനി ഇതൊക്കെ ഒന്ന് തട്ടിക്കൂട്ടിയിട്ട് വേണം വീട്ടിൽ പോകാനായിട്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ വരുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ട് മീനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളോട് പറയാൻ മറക്കരുത്. അപ്പോൾ എങ്ങനെയായാലും ബൈ.